ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇനി ഞാൻ ബാച്ചിലേഴ്സിനും തുടക്കക്കാർക്കും ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പി അല്ലെന്നുണ്ടെങ്കിൽ ലഞ്ച് ബോക്സ് റെസിപ്പി എന്നൊക്കെ പറയാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പച്ചമുട്ടച്ചോറ്. പച്ചമുട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പച്ചമുട്ടയാണെന്ന് ഓർക്കേണ്ട, പച്ച കളറെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില, പുതിനയില, ഒരു 4 പച്ചമുളക്, ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി, 4 കഷ്ണം വെളുത്തുള്ളി, 4-5 കൊച്ചുള്ളി, ഒരു 2 തണ്ട് കറിവേപ്പില, പിന്നെ അരിഞ്ഞതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് മല്ലിയില, ഒരു 1/4 കപ്പ് പുതിനയില. ഈ ഒരു അളവിലുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് കുക്ക് ചെയ്ത 3.5 കപ്പ് ബസ്മതി റൈസിൻ്റെ ചോറിനായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതലൊരളവ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതെല്ലാം അങ്ങ് കൂട്ടി വെച്ചാൽ മതി. ഇതൊരു 2 പേർക്ക് കഷ്ടിച്ച് കഴിക്കാനുള്ളതുണ്ടാവും. ഇപ്പം ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് പച്ചമുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിരിക്കുവാണേ അതിലോട്ട്. പക്ഷേ ഈ ഒരളവായതുകൊണ്ട് തന്നെ അതിനകത്ത് അരയാൻ ഇച്ചിരി പാടായിരുന്നു. ഒന്ന് നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയതേ ഉള്ളൂ. നന്നായിട്ട് അരഞ്ഞ് കിട്ടാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അത് മിക്സി ജാറിൽ നിന്ന് പുറത്തെടുത്തിട്ട് ചതയ്ക്കുന്ന കല്ലുണ്ട്, എനിക്ക് അരയ്ക്കുന്ന കല്ലില്ല, ചതയ്ക്കുന്ന കല്ലിൽ നന്നായിട്ട് ഇങ്ങനെ ചതച്ച് അങ്ങ് അരയ്ക്കുന്നത് പോലെ എടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണ ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ദേ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്ന ആ ഒരു അരപ്പെല്ലാം കൂടി ഇതിനകത്തൊട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റണം. അത് വലിയ ഫ്ലെയിമിലായി പോകില്ല, ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു 5-8 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ചെറിയ നിറമൊക്കെ മാറും, ആ ഇലകളുടെയൊക്കെ പച്ചമണമൊക്കെ മാറും, ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ. പിന്നെ ഇത് വഴറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഉപ്പ് എന്ത് കാര്യത്തിനായാലും കൂടി പോകാതെ ശ്രദ്ധിക്കണേ. പിന്നെ ഈ വഴറ്റുന്ന സമയം കൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവരോടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല ഓരോ സന്ദർഭങ്ങളിൽ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. മല്ലിയിലയുടെയും പുതിനയിലയുടെയും എല്ലാം കൂടെ ഒരു നല്ലൊരു ഫ്ലേവർ. ഇതിപ്പോൾ ദേ ഞാൻ കുക്ക് ചെയ്ത് വെച്ച 3.5 കപ്പ് ചോറാണ് കേട്ടോ. 3.5 കപ്പ് അരിയുടെ ചോറല്ല, കുക്ക് ചെയ്ത ചോറ് 3.5 കപ്പ് ഉണ്ടായിരുന്നു ഞാൻ അളന്ന് നോക്കിയപ്പോഴൊക്കെ. ഈ ഭാഗത്ത് അടുത്ത് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഇട്ടപ്പോഴേക്കും ക്യാമറ ഇച്ചിരി ബ്ലേഡായിപ്പോയി, സോറി കേട്ടോ. പക്ഷേ ആ ബ്ലേഡായിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഞാൻ എക്സ്ട്രാ എന്തെങ്കിലും ഒന്ന് ചേർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഒന്ന് ഇളക്കി കൊടുത്തത് മാത്രമേ ഉള്ളൂ. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നടുക്കുന്ന ആ ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് മുട്ട, ഇതിപ്പം ഞാൻ 2 മുട്ടയെ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ ഒരളവ് ചോറിന്, ഒരു 3.5 കപ്പ് ചോറിന് ഒരു 3-4 മുട്ട വരെ ആകുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ മുട്ട ഇങ്ങനെ നടുക്കോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു 2 നുള്ള ഉപ്പും ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇട്ട് ചെറുതായിട്ടൊന്ന് ചിക്കി പൊരിക്കണം. ചിക്കി പൊരിച്ച് കഴിഞ്ഞിട്ട് അതൊരു പകുതിയായി കഴിയുമ്പോഴത്തേക്ക് ചോറും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കഴിയുമ്പോഴേക്കും ഈ അരപ്പിൽ മാത്രമല്ല ഈ ഓരോ ചോറിലും ആ മുട്ടയുടെ ആ ഒരു ഫ്ലേവർ കാണും. ഇത് ബാച്ചിലേഴ്സിന്, ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക്, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ വലിയ കുക്കിംഗ് ഒന്നും അറിയില്ലായിരിക്കുമല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. എന്നാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇതിനകത്ത് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിനകത്ത് ഭയങ്കര നല്ലൊരു ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ എന്തോ ഒരു ഡിഷാണെന്ന് നമുക്ക് തോന്നിക്കും. ഇതിന് ഒന്നും വേണ്ട, പിന്നെ ഒരു അച്ചാറോ ഇച്ചിരി സാലഡോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നല്ലതാണ്. പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ ഇത് ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ഒന്നാന്തരം ഒരു റെസിപ്പിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത മുട്ടയെല്ലാം നന്നായിട്ട് ഡ്രൈ ആയി ചോറിലൊക്കെ പറ്റിപ്പിടിച്ച് ഒന്നൊന്നേ തൊടാതെ അങ്ങനെ നമ്മുടെ ചോറ് കിട്ടിയിട്ടുണ്ട്, ഇച്ചിരി പോലും കുഴയാതെ. പിന്നെ ഇപ്പോൾ അതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. നിങ്ങൾക്ക് അതിന് പകരം ചിക്കൻ മസാലയോ എഗ് മസാലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ചേർക്കാമേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാഗിയുടെ ചിക്കൻ മസാലയുടെ ക്യൂബോ എഗ് മസാലയുടെ ക്യൂബോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ അതായാലും ചേർക്കാം. എനിക്ക് ഗരം മസാലയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഗരം മസാല ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ട് ഇച്ചിരി പോലും കൂടുതലല്ലായിരുന്നു കേട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു അളവിലുള്ള മസാലയുള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇഷ്ടം പോലെ ചേർത്ത് എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ട്
ഏറ്റവും അവസാനം ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് ഇളക്കി നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഇനിയും പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്യണേ. വൃത്തിയുള്ളൊരു പാത്രത്തിലോട്ട് നന്നായിട്ടൊന്ന് സെർവ് ചെയ്തൊക്കെ കാണിക്കുമ്പോഴല്ലേ നിങ്ങൾക്കും അത് കുറേ കൂടെ ഒന്ന് കഴിക്കണമെന്നും ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്നും ഒക്കെ തോന്നുന്നത്. ഇപ്പോൾ ആ റൈസ് എല്ലാം ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ട് അതിന് മുകളിൽ കുറച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കുന്നു അല്ലേ? കഴിക്കാൻ അതിനേക്കാട്ടി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്കൊരു നഷ്ടം തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് മല്ലിയിലയും പുതിനായിലയും ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഇലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മാറ്റിയിട്ട് മറ്റേത് കുറച്ചുകൂടെ കൂടുതൽ എടുത്താലും മതിയേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്